നമസ്കാരം, എല്ലാവർക്കും ആദ്യമായിട്ട് ഒരു ശുഭദിനം. നിഫ്റ്റി ഇന്നലെ അതിന് ഇൻട്രാഡേ ലോയിൽ നിന്ന് ഒരു 160 പോയിൻറ്റിൻ്റെ റിക്കവറി, എങ്കിലും 33 പോയിൻറ്റിൻ്റെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തൊരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യ US ട്രേഡ് ഡീലുകളെല്ലാം തന്നെ അത് നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ കൊമേഴ്ഷ്യൽ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ജമിൻസൺ ഗിയർ മീറ്റ് ചെയ്തു. ന്യൂയോർക്കിൽ വെച്ച് മീറ്റ് ചെയ്തു. നെഗോസിയേഷൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോഴുള്ള വാർത്തകൾ. നമ്മൾ നവരാത്രിയിലെ ആദ്യത്തെ ദിവസം ആരംഭിച്ചു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഓട്ടോ കമ്പനീസിൽ കണ്ടു, ഗോൾഡിലും കണ്ടു. ഗോൾഡും ഓൾ ടൈം ഹൈയിലാണുള്ളത്. എന്നിരുന്നാലും കൂടിയും FIS ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ 3551 കോടി രൂപയുടെ സെല്ലാണ് നടത്തിയത്. DIS ഏകദേശം 2671 കോടി രൂപയുടെ ബൈ നടത്തി. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ മേജർ ഈവൻ്റ് ഉള്ളത് 25-ാം തീയതി, അതായത് നാളെ യുഎസിൽ നിന്ന് GDP ഡേറ്റ വരുന്നുണ്ട്. അതാണ് ഒരു വലിയൊരു കീ ഇവൻ്റ് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ ഇന്നലെ ക്ലോസായ നാസ്ഡാക്കും ഡോയും നെഗറ്റീവായിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റിലെ FTSE UK മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. എന്നാൽ ഫ്രാൻസും ജർമ്മനിയും പോസിറ്റീവ് അടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന എല്ലാ ഏഷ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ നെഗറ്റീവിലാണ്. അതൊന്ന് ഫോക്കസ് ചെയ്യുക. എന്നാൽ ഡോ ഫ്യൂച്ചർ ഓൾമോസ്റ്റ് സെൻട്രലിൽ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റായിട്ട് ട്രേഡിങ് വരുന്നുണ്ട്. ഈ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ് നമുക്ക് ഇനി ഉള്ളത്. നാളെയാണ് സെൻസെക്സിൻ്റെ എക്സ്പയറി. ഈ 87,000 സെൻസെക്സിൻ്റെ 82,100 സെൻസെക്സിൻ്റെ സ്പോട്ട് ഉള്ളത്. 72,100. മേജർ റെസിസ്റ്റൻസ് സോൺ 83,000, അത് 72,500. സപ്പോർട്ട് സോൺ 81,500, 81,000 നിൽക്കുന്നുണ്ട്. ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്, എൻ്റെ വ്യൂ അല്ല. ഇപ്പോൾ ഉള്ള ഈ ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ വ്യൂ അനുസരിച്ചിട്ട് ബിൽഡായിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാൻ ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ അതുപോലെ ഓപ്ഷനും അതുപോലെ മ്യൂച്വൽ ഫണ്ടൊക്കെ ചെയ്യാനായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ടാറ്റ ഗ്രൂപ്പ് ബാക്കപ്പ് ചെയ്യുന്ന അപ്സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് അപ്സ്റ്റോക്ക് എന്ന ബ്രോക്കർ ഉണ്ട്. ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. വാർത്തകളിലൊക്കെ വരാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. HCL ടെക് IT കമ്പനിയാണ്. അവർ സ്വീഡിഷിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഈ ബസ് കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ടൊരു ലോങ് ടൈം കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അസ്കോ നോബൽ കമ്പനി ഇവർക്ക് 5% സ്റ്റേക്ക് ഇവരുടെ കെമിക്കൽ കമ്പനിയിലേക്ക് ഇവർ ഡിവൈസ് ചെയ്യുകയാണ് ബ്ലോക്ക് ഡീലിലൂടെ എന്നുള്ള ന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ടോറൻറ്റ് പവർ കമ്പനി ഇവർ ന്യൂസോൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ 211 കോടി രൂപ മുടക്കി അക്യൂർ ചെയ്തു. ഇൻഫി കമ്പനി ഇവർ സൺറൈസ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ IT കമ്പനിയായിട്ടൊരു മേജർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ദിലീപ് ബിൽഡ്കോൺ കമ്പനി ഇവർക്ക് 1115 കോടി രൂപയുടെ ഓർഡർ കേരളത്തിൽ നിന്ന് ലഭിച്ചു. ഹാവെൽസ് കമ്പനി പുതിയ റെഫ്രിജറേറ്റർ കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലൂടെ എല്ലാം തന്നെ ഇപ്പോൾ അതിൻ്റെ വിപണനം ആരംഭിക്കും. മസഗോൺ ഡോക്ഷി ബിൽഡേഴ്സ് കമ്പനി തമിഴ്നാട് അവർ പോർട്ട് ചെയ്യുന്നുണ്ട്. സുദർശൻ കെമിക്കൽ കമ്പനി റിസൾട്ട് വന്നു. 29 കോടി രൂപയിൽ നിന്ന് 57 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ലെമൺ ട്രീ ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണ്. ആന്ധ്രാപ്രദേശിലെ പുതിയ ഹോട്ടൽ ഇവർ ലോഞ്ച് ചെയ്തു. പേടിഎം കമ്പനി ജിയോ ബ്ലാക്ക് റോക്കായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഇപ്പോഴുള്ള ഗ്ലോബൽ ലോക്കൽ ന്യൂസുകളും പ്ലസ് സ്റ്റോക്കുകളുടെ ന്യൂസുകളും ഇതാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.